നിന്റെ കൂടെ നിന്റെ കുഞ്ഞ് 3 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് അതിനോട് ഇത്ര അറ്റാച്ച്മെന്റ് എന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് എന്നോട് ചോദിച്ചത്. അതോടെ എനിക്ക് അമ്മയിലുള്ള എല്ലാ വിശ്വാസവും സ്നേഹവും പോയി. വേണമെങ്കിൽ പ്രസവം നേരത്തെ ആക്കിയിട്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ ചൈൽഡ് ലൈനിലേക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അതിന് അന്നേ സമ്മതമല്ല. നമസ്കാരം, ലോഗിൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം. അടിയുറച്ച പാർട്ടി ബന്ധുക്കളാണ് അജിത്തും അനുപമയും. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ CPM ഉയർത്തുന്ന പ്രതിബന്ധങ്ങളാണ് ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം. ആദ്യമായി ഇവർക്ക് ജനിച്ച നവജാത ശിശു ഇപ്പോൾ എവിടെയുണ്ടെന്ന് പോലും അവർക്കറിയില്ല. മാസങ്ങളായി തങ്ങൾക്ക് ആദ്യം പിറന്ന കടിഞ്ഞൂൽ പുത്രനെ തേടി ഇവർ അലയുകയാണ്. CPMഉം പോലീസും ബന്ധുക്കളുമെല്ലാം ഇവർക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് അജിത്തും അനുപമയും പറയുന്നു. ലോഗിൻ കേരളയ്ക്ക് അജിത്തും അനുപമയും അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലേക്ക്. അനുപമ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് പ്രണയവും വിവാഹവും ഒക്കെ നടക്കുന്നത്? ഞങ്ങൾ തമ്മിലിപ്പോൾ ഒരു 2-2.5 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ ലീഗലി ഇപ്പോഴും മാരീഡ് അല്ല. അതിന് റീസൺസ് ഉണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഒരു 2020 മാർച്ചിലാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും, വീട്ടിലാരോടും, എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനെ ആർക്കും അറിയത്തില്ല. എനിക്കും പുള്ളിക്ക് മാത്രമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിയായിരുന്നത്. കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ 8ാമത്തെ മാസത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പോവാമെന്ന് തീരുമാനിച്ചിട്ട് കുറേ ആയി. എന്നാലും കൊറോണ, കോവിഡ് ഇത് ഇഷ്യൂസ്, ലോക്ക്ഡൗൺ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ 8ാമത്തെ മാസത്തിലാണ് ഞങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് എനിക്ക് എന്നെ വീട്ടുകാർ വിളിച്ചിട്ട്, പുള്ളിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കളയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെന്റലി പറഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്കും അതൊരു പ്രയാസമായി. അപ്പോൾ ഞാൻ തന്നെയാണ് പുള്ളിയോട് പറഞ്ഞത്, ചേട്ടാ ഇപ്പം നമുക്ക് പോയിട്ട് അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, എന്തായാലും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും പിന്നെയും മാറി. എന്നുവെച്ചാൽ അവരൊന്നും വിടത്തില്ല, ഞാൻ അവൻ്റെ കൂടെ കെട്ടിച്ചു വിടത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതായി. പിന്നെ എനിക്ക് 8 മാസമാണെന്ന് പറഞ്ഞപ്പോഴൊന്നും അവർ വിശ്വസിച്ചില്ല. എന്നിട്ട് അവർ പോയി എന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു സ്കാൻ ചെയ്യിപ്പിച്ചു ഒരു വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് എന്നെ ഈ പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ വൈഫ് ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ജയലക്ഷ്മി. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തിട്ട് കുഞ്ഞിന് ഇങ്ങനെ വളർച്ചക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ 8 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിലെല്ലാം കുഞ്ഞിനെല്ലാം നോർമലാണ്. അവസാനത്തെ സ്കാനിങ് റിപ്പോർട്ട് അവർ ചെയ്യിപ്പിച്ചതിലും കുഞ്ഞിന് നോർമലാണ്, എല്ലാ വെയിറ്റും എല്ലാം നോർമലാണ്. അപ്പൊ പെട്ടെന്ന് അവിടുത്തെ ഒരു ഡോക്ടർ കൊണ്ടുപോയിട്ട് അവർ ജസ്റ്റ് വേറെ ഒന്നും അവർ ചെയ്തില്ല, വയറ്റിൽ തൊട്ട് നോക്കി പരിശോധിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞിന് വളർച്ച കുറവാണെന്ന്. അപ്പൊ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് കള്ളമാണ്, എന്നെ കൊണ്ട് വേറെ എന്തോ ചെയ്യിപ്പിക്കാനാണെന്ന്. പിന്നെ പുള്ളിയായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും സമ്മതിച്ചില്ല. എന്നെ പിന്നെ അവർ മലപ്പുറത്ത് കൊണ്ടുപോയി. ഇവിടുത്തെ ആ ജയലക്ഷ്മി ഡോക്ടർ പിന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞിട്ട് മലപ്പുറത്തൊരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി, ഏറനാട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട്. അവിടുത്തെ എന്നെ അബോർഷനാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അബോർഷനൊന്നും ഇനി പറ്റത്തില്ല, എന്നാലും 8 മാസമായി. അപ്പോൾ വേണമെങ്കിൽ പ്രസവം നേരത്തെ ആക്കിയിട്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ ചൈൽഡ് ലൈനിലേക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അതിന് അന്നേ സമ്മതമല്ല. ഞാൻ ഈ പ്രസവം നേരത്തെ ആക്കണമെന്നോ അല്ലെങ്കിൽ അബോർഷനോ കുഞ്ഞിനെ കൊടുക്കാമെന്നോ ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കന്ന് സമ്മതമല്ല. അപ്പൊ ഞാനത് ആ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ശരി, എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം, നിങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ എന്നെ അഡ്മിറ്റ് ആക്കി. എനിക്ക് അയൺ കുറവാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് എന്നെ അവിടുത്തെ അഡ്മിറ്റ് ചെയ്തു. അവിടെ വേറൊരു കോവിഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഞാൻ പുള്ളീനെ
വിളിച്ചു. പുള്ളിനെ വിളിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ഇത്രയും നാളിന് ശേഷം. പുള്ളിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളി എന്നെ നെഗറ്റീവായ ദിവസം പുള്ളി എന്നെ വിളിക്കാൻ വന്നു. പുള്ളി എന്നെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവര് പോലീസിനെയൊക്കെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ ചേച്ചിയുടെ കല്യാണം 10 ദിവസത്തിനുള്ളിൽ നടത്താം, അത് കഴിഞ്ഞിട്ട് നിന്നെ അവന്റെ കൂടെ വിടാം, പിന്നെ നീ അവന്റെ കൂടെ ആയിക്കോ, എന്നുവെച്ചാൽ പ്രസവമൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഞങ്ങൾ ഒന്നിലും ഇടപെടാൻ വരില്ല, ചേച്ചിയുടെ കല്യാണം വരെ ഒന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ സംസാരിച്ചു ഇമോഷണലായിട്ട്. അപ്പൊ ഞാനും പുള്ളിയും കൂടെ വീണ്ടും വിചാരിച്ചു ഓക്കെ ചേച്ചിയുടെ കല്യാണമല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നോർമൽ ആകുമല്ലോ എന്ന് വിചാരിച്ചു, പ്രശ്നം വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വീട്ടുകാരുടെ കൂടെ പോയി. അപ്പോൾ എനിക്ക് 9th month സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഡെലിവറിക്ക് ഡേറ്റും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് November 2 ആയിരുന്നു എൻ്റെ ഡേറ്റ്. അങ്ങനെ വീട്ടുകാരുടെ കൂടെ പോയിട്ട് വീണ്ടും അവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവർ വീണ്ടും അവരുടെ ഇത് മാറി, നിന്നെ വിടത്തില്ല, അങ്ങനെ ആ ഒരു സ്റ്റേജ് എത്തി. അപ്പോഴും ഞാൻ അവരെ വിശ്വസിച്ചു, അത് പോയി. പിന്നെ വീട്ടിൽ വന്നിട്ട് അവര് വീണ്ടും എന്നെ പോലീസുകാരെയൊക്കെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. ഇങ്ങനെ അവന്റെ ഇതിൽ ഞങ്ങൾ പരാതി കൊടുക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. ആ സമയത്തൊക്കെ ഒരുപാട് അടിക്കുന്നുണ്ട്, ഒരുപാട് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഒരുപാട് ഹെറാസ് ചെയ്യുന്നുണ്ട്. എനിക്കത് എൻ്റെ 9th month എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു കായംകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് ഇടയ്ക്ക് ഒരു ചെറിയൊരു പെയിൻ പോലെ വന്നു. പിന്നെ കായംകുളത്ത് JG ഹോസ്പിറ്റൽ മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെയും ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന് ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് സംശയമാണ്, ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ ഒരുപാട് നാള് ICUവിൽ വെക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും എനിക്കത് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ പാരന്റ്സിനോട് അപ്പോഴും പറഞ്ഞു, ഇല്ല എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പറ്റത്തില്ല, കാരണം ഇവിടെയും ഇവര് കള്ളമാണ് പറയുന്നത്. അങ്ങനെ ചേട്ടൻ്റെ കൂടെയൊക്കെ പോയപ്പോഴും എനിക്ക് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ട്, എൻ്റെ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഡോക്ടർ അത് കേട്ടിട്ട് പറഞ്ഞു, ശരി വേണ്ട, ഈ കുട്ടീനെ എനിക്കിവിടെ നോക്കാൻ പറ്റത്തില്ല, കാരണം ഇനി എങ്ങാനും ജനിച്ചിട്ട് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയ കുട്ടി എനിക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് നെയ്യാർ മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ട് കാട്ടാക്കടയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്നത്. അവിടെയും ഇവരെല്ലാം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എനിക്ക് സിസേറിയൻ അവര് വീട്ടുകാര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോഴും എനിക്ക് സിസേറിയൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്ക് നല്ല നോർമൽ ഡെലിവറി കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ എന്നെ സിസേറിയൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് 3ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് എന്നെ കൊണ്ടുപോകുന്നത് വീട്ടിലേക്കല്ല, ജഗതിയിലുള്ള നേരത്തെ പറഞ്ഞ രാജേന്ദ്രൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ പഴയ ഒരു വീട്ടിലേക്കാണ്. അപ്പൊ അങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്ന വഴിക്കാണ് എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് ബലമായിട്ട് എടുത്തോണ്ട് പോവുക. അപ്പം പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുക. അപ്പൊ എനിക്ക് ആ സമയത്ത് സിസേറിയനും കൂടെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പൊ ഞാന് ബഹളം വെക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അപ്പോഴൊക്കെ എന്നെ വഴക്ക് പറയുകയാണ്, അടിക്കുകയാണ്. ആ സമയത്ത് പോലും എനിക്ക് ഡെലിവറി കഴിഞ്ഞ ആകെ 3 ദിവസമേ ആയുള്ളൂ. അപ്പൊ അത്രയും പ്രഷർ തന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോവുക. അപ്പൊ ഞാൻ ബഹളം വെക്കുന്നുണ്ടെങ്കിലും അവർക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ ചോദിക്കുമ്പോഴൊക്കെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഇനി ഒന്നും ചെയ്യത്തൊന്നുമില്ല, എന്തായാലും കുഞ്ഞ് ജനിച്ചു, ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ ചേച്ചിയുടെ കല്യാണം വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്, അത് കഴിഞ്ഞിട്ട് അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്താം, 1 മാസത്തിനകം. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് അതിലും കുറച്ച് ടൈമാണ്, 10 ദിവസം എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ടൈമിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ചേച്ചിയുടെ കല്യാണം നടത്താം, എന്നിട്ട് നിന്റെ കുഞ്ഞിന് നിനക്ക് തരാം, നിന്നോട് ഞാനല്ലേ പറയുന്നത്, എൻ്റെ അമ്മയാണ് എന്നോട് സംസാരിക്കുന്നത്, നിന്നോട് ഞാനല്ലേ പറയുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനി കുഞ്ഞിനെ, നിന്റെ കുഞ്ഞല്ലേ, നീ ചോദിക്കുമ്പോൾ തരും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് അപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നോട് പറയുന്നത് വെച്ചാൽ നിന്നെ എന്നും കാണിക്കാം, വിളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ ആകെ 3 ദിവസമാണ് എന്റെ കുഞ്ഞിന് പാല് കൊടുത്തത്. പാല് കൊടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അവസാനം കൊണ്ടുപോകുമ്പോഴും ഒന്നും. അപ്പൊ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഓരോ ന്യായങ്ങളാണ് പറയുന്നത്. കുഞ്ഞ് സേഫ് ആണ്, കുഞ്ഞിന് അങ്ങനെയാണ്, കുഞ്ഞ് നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്, ഞങ്ങൾ കണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാ പറയുന്നത് എന്നോട് പിന്നെ ചോദിക്കുമ്പോഴൊക്കെ.
ഇതിന്റെ ഇടയിൽ ഡെലിവറിക്ക് മുമ്പ് എന്റെ കയ്യിൽ ഇവരൊരു എഗ്രിമെന്റ് സൈൻ ഇട്ട് മേടിച്ചു. അപ്പൊ എനിക്ക് വായിച്ചു നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്നെ അടിക്കുന്നു, എന്നെ വയറ്റി ചവിട്ടും എന്ന് പറയുന്നു, കൊങ്ങയ്ക്ക് പിടിക്കുന്നു. എന്നെ വായിക്കാൻ പോലും സമ്മതിച്ചില്ല. അവിടെ സമയത്ത് വക്കീലുണ്ട്, എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ നോക്കി നിൽക്കുവാണ്. അമ്മ പോലും വേണ്ടെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. എന്നെ ആകെപ്പാടെ എന്നെ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് പോലും ഞാൻ വീട്ടിലുണ്ടെന്ന് എന്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ആരെങ്കിലും വരുമ്പോ എന്നെ അപ്പം റൂമിൽ കയറ്റി കൂട്ടും, എന്നോട് ബഹളം വെച്ചാ അടിക്കുന്നു പറയും, ചവിട്ടും എന്ന് പറയും. എനിക്ക് ആ സമയത്ത് 9 months ആണ്. അപ്പം വയറ്റിൽ ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഓഫ്കോഴ്സ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത്. പിന്നെ 8 മാസം ഉണ്ടായിരുന്ന ഇവര് വീട്ടിലറിഞ്ഞ സമയത്ത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്റെ ചേച്ചി ഇപ്പൊ അസിസ്റ്റന്റ് മാനേജർ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. ആ ചേച്ചി പോലും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അബോർഷൻ ചെയ്യുന്നതിൽ നീ എന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്, നിന്നെ വയറ്റി കിടക്കുന്നത് ഒരു മാംസപിണ്ഡമല്ലേ എന്നാ, പിന്നെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് എന്റെ ചേച്ചി എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അതോടെ എനിക്ക് ആ ഒരു ഇതും ചേച്ചിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയും പോയി. അമ്മയായാലും ഞാൻ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളിയോട് അറിയിക്കണം, കുഞ്ഞ് ജനിച്ചു വരെ പുള്ളിയെ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോഴും അമ്മയായാലും അടിക്കുക. വേറെ ഒന്നും. ഇതിനിടയ്ക്ക് ഞാൻ 2 തവണ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അത് അവരറിയുമ്പോഴത്തേക്കും പിന്നെ കൂടുതൽ അവര് വിജിലന്റ് ആവും. എന്ന് വെച്ചാൽ എന്റെ പുറകെ നടക്കുവാണ്. എന്നെ ഒരു രീതിയിലും ഒറ്റയ്ക്ക് ഞാൻ ഇരുന്നിട്ടേ ഇല്ല. പിന്നെ നാട്ടിൽ പോയി എന്നെ നാട്ടിൽ കൊണ്ടാക്കി, അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി തൊടുപുഴ. അവിടെ ചെന്നപ്പോഴാണേലും മമ്മി ഫുൾ ടൈം, എന്റെ അമ്മയുടെ അമ്മ ഫുൾ ടൈം എന്റെ പുറകെയാണ്. ഇവിടെ അവരാക്കിയിട്ട് പോയാൽ അവർക്ക് അച്ഛനമ്മയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇറങ്ങി പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് നാട്ടിൽ കൊണ്ടാക്കി. നാട്ടിലാണെങ്കിൽ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. എന്റെ കയ്യിൽ പൈസ, ഫോൺ അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ഇറങ്ങി പോകാൻ പോലും നിവർത്തിയില്ല. അടുത്തടുത്ത വീടുകൾ മൊത്തം ബന്ധുക്കളുടെയാണ്. അപ്പൊ അവിടെയൊക്കെ കുറെ നാൾ നിന്നിട്ട് എന്നെ അവരോട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയായിരുന്നു എറണാകുളത്ത് കൊണ്ടുപോയിട്ട് അവര് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്നതായിട്ടാണ്. എന്നോട് കുഞ്ഞിനെ മറക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചൂടെ, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആയി. അപ്പൊ എനിക്ക് അതും പറ്റാതെയായി. പിന്നെ ചേച്ചിയുടെ കല്യാണം ജനുവരി ആയപ്പോഴാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ചേച്ചിയുടെ കല്യാണത്തിനും മെന്റലി എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പങ്കെടുക്കാനായിട്ട്. അപ്പോ എന്നെ ഈ കൗൺസിലിംഗ് ചെയ്യുന്നവരാണ് എന്നോട് പറഞ്ഞത്, തന്റെ കുഞ്ഞ് എന്തായാലും അവരുടെ കൂടെ അല്ലേ, അപ്പൊ താൻ ഈ കല്യാണത്തിനൊക്കെ നിന്ന് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ, ആ പേടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ ഓഫ്കോഴ്സ് എനിക്ക് ആ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് അവരും കൂടെ അഡ്വൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കല്യാണത്തിന് നിൽക്കാം. അങ്ങനെ കല്യാണത്തിന് നിന്നു. കല്യാണത്തിന് ഫുള്ള് നല്ല പാർട്ടിസിപ്പേഷൻ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഇതും ഞാൻ നിന്നു കൊടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന്റെ ഇടയിൽ വെച്ച് പുള്ളിനെ കോണ്ടാക്ട് ചെയ്തു, അവര് കാണാതെ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ പുള്ളി എന്നെ വിളിക്കാൻ വീട്ടിൽ വന്നു. അപ്പൊ ഇവര് വീണ്ടും ഇവരുടെ വാക്കൊക്കെ മാറ്റി. എന്നെ പുള്ളി കാണാതെ പെട്ടെന്ന് റൂമിലേക്ക് കെട്ടി പൂട്ടിയിട്ടു. എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെ ഇനി തരത്തില്ല, അങ്ങനെയൊക്കെയായി സംസാരം. പിന്നെ എന്നെ വീണ്ടും നാട്ടിലേക്ക് അയച്ചു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ നാട്ടിലേക്ക് വിട്ടു. നാട്ടിൽ തൊടുപുഴ അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും കുഞ്ഞിനെ പറ്റി ഞാൻ ചോദിക്കുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഒന്നും ഇനി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അത് ഞങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനി നീ കുഞ്ഞിനെ പറ്റി ചോദിക്കണ്ട, അങ്ങനെയൊക്കെയായി. ഞാനിപ്പോ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴും അവര് കേൾക്കുന്നേ ഇല്ല. അവർക്ക് അതൊന്നും ഒരു മാറ്ററേ അല്ലായിരുന്നു. കുഞ്ഞിന്റെ കാര്യം ചോദിക്കുമ്പോൾ തരുന്നത് തിന്നോണ്ടിരുന്നാ മതി എന്നാ എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ എനിക്കൊന്നും ചോദിക്കാൻ പാടില്ല, എന്റെ കുഞ്ഞിനെ പറ്റി പോലും എനിക്കൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ കുറെ ആയി എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നായപ്പോഴാണ് ഞാൻ ഇറങ്ങി വരുമെന്ന് അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് 2 ഓപ്ഷൻ തരാം, ഒന്നെങ്കിൽ നീ പോയി സൂയിസൈഡ് ചെയ്തോ, ഇല്ലെങ്കിൽ നിന്നെ ഭ്രാന്താശുപത്രിയിലാക്കും, അതിന് വേണ്ട എല്ലാ ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിലേക്ക് നീ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പൈസ സംഘടിപ്പിച്ച് മമ്മി കാണാതെ മമ്മിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കോട്ടയത്ത് എത്തിയിട്ടാണ് പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത്, പിന്നെ പുള്ളിക്കാരൻ എന്നെ കൊട്ടാരക്കര വന്ന് വിളിക്കുക ചെയ്തത്. ഇതിന്റെ ഇടയിൽ ഈ ഗീനാകുമാരി എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. പുള്ളിക്കാരി എന്നെ കായംകുളത്ത് കൊണ്ടുപോയ ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്,
അജിത്ത് എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പുള്ളിയുടെ പേരാണ് അജിത്ത്. എൻ്റെ ഫ്രണ്ട് അജിത്ത് എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അജിത്തിന്റെ വൈഫും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ വൈഫ് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അജിത്തിന് ഇയാളുടെ കുഞ്ഞിനെ ഒന്നും വേണ്ട, വൈഫിനെ മാത്രം മതി എന്നാണ് അജിത്ത് പറയുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ പറയത്തില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇഷ്ടമാണെന്ന് എന്നോടാണ് പറഞ്ഞത്. അപ്പം ഇഷ്ടമല്ല വേണ്ട എങ്കിൽ അത് എന്നോട് പറയട്ടെ, അപ്പൊ ഞാൻ വിശ്വസിച്ചോളാം, അതുവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചൂടായിട്ട് തന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ചൂടായിട്ട് അവര് പോവാണ് ചെയ്തത്. അവർ വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പുള്ളിയുടെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് പുള്ളീനെ വിളിച്ചിട്ടും ഇതുപോലെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്ക് പുള്ളീനെയോ കുഞ്ഞിനെയോ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ജീവിതം വേറെ ആരുടെയെങ്കിലും കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം, എനിക്ക് പുള്ളീനെ വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പുള്ളീനോടും പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിലൊക്കെ തന്നെ ഇവര് നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്തും 2 പോലീസുകാർ എന്നെ കാണാൻ വന്നു. വീട്ടിൽ 2 ലേഡി ഇൻസ്പെക്ടേഴ്സ് എന്നെ കാണാൻ വന്നു. ഒരു ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ അച്ഛൻ കൊടുത്തൊരു പരാതിയുടെ പേരിൽ മൊഴി എടുക്കാനാണ് അവർ വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളിക്കാരൻ മാരീഡ് ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ പറയണമെന്ന്. അപ്പൊ പോലീസുകാർ വന്നപ്പോൾ ഞാൻ അങ്ങനെ അല്ല, എനിക്ക് അറിയാമായിരുന്നു, മാരീഡ് ആയിരുന്നു, എനിക്കറിയാമായിരുന്നു, എൻ്റെ കൂടെ സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആയത് എന്നെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് പ്രതീക്ഷിച്ച മറുപടി കിട്ടാത്തത് കൊണ്ട് അവർ പറഞ്ഞു ശരി, ഇയാളുടെ ഇതൊന്നും എന്താ പറയാ, ഇയാളുടെ മൈൻഡ് ഇപ്പൊ ശരിയല്ല, ഞങ്ങൾ പിന്നെ വന്ന് മൊഴിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അമ്മയോടായാലും പറഞ്ഞു ഇനി ആരെയും ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇങ്ങനെ ആയി. പിന്നെ പുള്ളിയുടെ കൂടെ വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ വേറെ അറിയുന്നത്, പാർട്ടിയുടെ ഇടപെടലുകൾ ഒക്കെ അറിയുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് ആനാവൂർ സഖാവ് എൻ്റെ അജിത്തിന്റെ പുള്ളിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, തിരുവനന്തപുരത്ത് ജീവിക്കാനൊന്നും സമ്മതിക്കത്തില്ല, മര്യാദയ്ക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞു എന്നെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി ഇതിൽ ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ മാറ്റിയതിലായാലും അജിത്തിന്റെ കൂടെ വിടാത്തതിലായാലും ഒക്കെ ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും ഞങ്ങൾ പാർട്ടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഞങ്ങൾ പരാതി കൊടുത്തു. പിന്നെ അച്ഛനെ ഇപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അച്ഛൻ ഒരു തവണ പോലും പോലീസ് സ്റ്റേഷനിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് കേട്ടാൽ ആർക്കാലും വരാൻ തോന്നത്തില്ല. പോലീസുകാരെ വിളിക്കുന്ന അയ്യോ അണ്ണാ ഒന്ന് വരാൻ പറ്റുമോ, അപ്പൊ അവിടുന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ അയ്യോ നാളെ പറ്റുമോ, പറ്റുമ്പോ ഒന്ന് വരുമോ, അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും അങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ ആർക്കാലും വരാൻ തോന്നത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസം പോയി, പോലീസിലുള്ള വിശ്വാസം പോയി സ്റ്റേഷനിൽ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് DGPക്ക് പരാതി കൊടുത്തു. അവിടെ നിന്നായാലും തിരിച്ച് ആ അന്വേഷണങ്ങളെല്ലാം എത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങൾ CMന് പരാതി കൊടുത്തു. CMന് പരാതി കൊടുത്തിട്ട് ഞങ്ങൾ 2-3 തവണ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെ അധികൃതരെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ഒരു കത്താണ് വന്നത്, കോടതി വഴി പോകണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കൊരു കത്ത് വന്നു. എനിക്കിപ്പോ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, എന്നാലും നമ്മളിപ്പോ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ ഒരു കത്ത് എത്തുന്നത്. അതും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിയ അതിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട റിപ്പോർട്ടാണ് അവർ മേളിലോട്ട് അയക്കുന്നത്. അത് പേരുക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല. ഞങ്ങൾ പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി കുഞ്ഞിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും ഒരു തണുത്ത റെസ്പോൺസാണ് കിട്ടുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ആദ്യം കംപ്ലൈന്റ് കൊടുത്തതിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ CWCയിൽ കംപ്ലൈന്റ് കൊടുത്തത്. അവരവിടെ നിന്ന് ഒറ്റ വാക്കി പറയുന്നത് വെച്ചാൽ പോലീസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് തന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പോലീസുകാര് കോടതി വഴി നിങ്ങൾ പോകും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്റെ അച്ഛൻ എവിടെയാണ് കുഞ്ഞിനെ കൊടുത്തതെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ, പറയുമോ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു.
അങ്ങനെ അവസാനം ACPയുടെ അടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് പുള്ളിക്കാരൻ നിർബന്ധിച്ച് അച്ഛനെ വിളിപ്പിച്ചപ്പോഴാണ് അമ്മ തൊട്ടിലാണ് കുഞ്ഞിനെ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾക്ക് ഒരു രണ്ട് കുട്ടികൾ അന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് അഡോപ്റ്റഡ് ആയി പോയി എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് പാതി ഒരു ഇത് പോയി. എന്നിട്ട് ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചു. ഒരു കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഞങ്ങൾ പോയി കണ്ട് ഒരു റിസ്ക് വേണ്ടാന്ന് കരുതി ഞങ്ങൾ DNA ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തു. ആ DNA ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ആകെ ഉള്ളൊരു പ്രതീക്ഷ അഡോപ്റ്റഡ് ആയി പോയ കുഞ്ഞാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് വെച്ചാൽ കിട്ടാൻ പാടാണ്, അഡോപ്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടാൻ പാടാന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങള് ഇനി ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ കോടതിയാണ്. പാർട്ടിയിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടും ഒരു യൂസും ഉണ്ടായില്ല. ഞങ്ങള് ബൃന്ദാക്കാരാട്ടിന് സഖാവിന് പരാതി കൊടുത്തിരുന്നു, ശ്രീമതി ടീച്ചറിന് പരാതി കൊടുത്തു, വിജയരാഘവൻ സഖാവിന്, കോടിയേരി സഖാവിന്, പിന്നെ മഹിളയിലുള്ള സതീദേവി, സൂസൻ, അവർക്ക് എല്ലാവർക്കും സഖാക്കൾക്ക് എല്ലാവർക്കും പരാതി കൊടുത്തു. ആനാവൂരിന് പരാതി കൊടുത്തപ്പോൾ ഞാൻ വിളിച്ചു. കൊടുത്ത സമയത്ത് പുള്ളിക്കാരന് കോവിഡ് എങ്ങാണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി എന്നോട് ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിച്ചത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ പാർട്ടിക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല, പാർട്ടി കാര്യങ്ങളല്ല ഇതൊന്നും, പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് അജിത്തിന്റെ പുള്ളിയുടെ അച്ഛനെ വിളിച്ചിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാരും കൂടെ ചേർന്നാണെന്നാണ്. ശ്രീമതി ടീച്ചറിനെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും മാക്സിമം ഹെൽപ്പ് ഞങ്ങൾ തരും എന്നൊക്കെയാണ്. പിന്നെ അവസാനം ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റും മെയിലും എല്ലാം അയച്ച് നേരിട്ടും കണ്ടതിന് ശേഷം ഏറ്റവും അവസാനം പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അവർ ഈ കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേനും സെക്രട്ടേറിയറ്റ് കൂടി കഴിഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് വിളിച്ചപ്പോഴത്തേനും എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ തൻ്റെ അച്ഛനും അമ്മയല്ലേ അവര്, ഞങ്ങൾക്ക് അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും മാസം ഞങ്ങൾ അവരുടെ പുറകെ നടന്നപ്പോഴും അവര് എന്താ പറയുക ഭയങ്കര സഹായിക്കാം എന്നുള്ള ഇതിലാണ് സംസാരിച്ചത്. ഏറ്റവും അവസാനമായപ്പോൾ തൻ്റെ അച്ഛനല്ലേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഇത്രയും നാള് ഞങ്ങളെ കൊണ്ട് നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പം? എനിക്ക് പേടിയുണ്ട് ആ കാര്യത്തിൽ. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത്. അപ്പം ആദ്യം എന്നെ കൗൺസിൽ ചെയ്തവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞിനെ തൃശ്ശൂർ ഒരാളുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നു എന്നാണ്. എൻ്റെ മാമൻ എന്നോട് പറഞ്ഞത് തമിഴ്നാട് ഒരു സ്ഥലത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുന്നു എന്നാണ്. ഇത്രയും നാൾ പോലീസുകാർ ബന്ധുക്കളൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനത്തെ കുഞ്ഞേ ഇല്ലാതെ അബോഷനായി പോയി എന്നാണ് പലരോടും അച്ഛൻ പറഞ്ഞത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയാണ് കാര്യത്തില്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മാസം പരാതി കൊടുത്തിട്ടും ഒരു തവണ ഒന്നും പറയാനുള്ള ഒരു കരുണ പോലും കാണിച്ചിട്ടില്ല. ഇപ്പം ഇത് പലരോടും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും പലരും വളരെ നെഗറ്റീവ് കമന്റ്സ് ആണ് ഞങ്ങളെ പറ്റി പറയുന്നത്. എന്നുവെച്ചാൽ അച്ഛൻ പറഞ്ഞു പരത്തുന്നത് പുള്ളിക്കാരൻ എന്റെ സ്വത്ത് കണ്ടിട്ടാണ് വരുന്നത്, പിന്നെ എനിക്ക് കുഞ്ഞിനെ വേണ്ട, ഞാൻ പുള്ളിയുടെ കൂടെ പോയതിനു ശേഷം ഞാൻ കുഞ്ഞിനെ വെറുതെ ചോദിക്കുന്നതാണ്, അതും ഞങ്ങളുടെ കല്യാണം നടത്തി തരാത്തതിനുള്ള ദേഷ്യം കൊണ്ട് ഞാൻ അവരെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. കുട്ടീനെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കാൻ എഴുതി നൽകിയിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും എഴുതി നൽകിയിരുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചത് ഈ ശിക്ഷേമ സമിതിക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് കൈമാറുന്നു, ഞാൻ ഇനി ഒരിക്കലും ചോദിച്ചോണ്ട് ചെല്ലില്ല എന്നാണെന്ന് ഞാൻ ACPയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ആ എഗ്രിമെന്റ് എന്നെ കാണിച്ചു തരുന്ന ആ സാറാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് കാണിച്ചിട്ട് അവരുടെ വായിച്ചു നോക്കാനോ ഒന്നിനും സമ്മതിച്ചില്ല. ACP സാറാണ് ഞങ്ങൾക്ക് അത് വായിച്ചു നോക്കിയിട്ട് ഇന്നതാണ് കാര്യം എന്ന് ഞങ്ങളോട് പറയുന്നത്. അപ്പോഴാണ് ആ എഗ്രിമെന്റിൽ എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ എന്റെ സമ്മതത്തോടെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് എഴുതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഇനി എന്താണ് പരിപാടി, എന്താണ് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇനി കോടതി വഴി പോവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം. ഇപ്പൊ എത്ര ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ലാതെ എവിടെ ആണെന്ന് പോലും അറിഞ്ഞൂടാത്ത സാഹചര്യത്തിൽ ഒരു ഹാപ്പി ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം.
പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ആ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കോടതി കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പ്രയോറിറ്റി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം അത് തന്നെയാണ്. അത് കുഞ്ഞിനെ കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. കുഞ്ഞിനെ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചിരുന്നത്, നിനക്ക് നിന്റെ കൂടെ നിന്റെ കുഞ്ഞ് 3 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് അതിനോട് ഇത്ര അറ്റാച്ച്മെന്റ് എന്ന്. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് എന്നോട് ചോദിച്ചത്. അതോടെ എനിക്ക് അമ്മയിലുള്ള എല്ലാ വിശ്വാസവും സ്നേഹവും പോയി.